ഹായ് ഫ്രണ്ട്സ്, ദിലീപ് എന്ന് പറഞ്ഞ ഒരു നടൻ നമുക്കെല്ലാവർക്കും അറിയാം. ഇപ്പോൾ വലിയൊരു കേസിൽ പെട്ട് കിടക്കുകയാണ്. ആ കേസിൽ ഗൂഢാലോചനയിൽ പങ്കുള്ള വ്യക്തികളാണ് എന്നും പറഞ്ഞ് ഒരു സ്ത്രീ ഇറങ്ങിയിട്ടുണ്ട്. ആരൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലാലേട്ടനും അതുപോലെ മമ്മൂക്കയും അതുപോലെ ടോവിനോ തോമസും ബേസിലും ഈ ഗൂഢാലോചനയിൽ പങ്കുള്ള വ്യക്തികളാണ്. അവർ നോക്കിക്കോളൂ, ഇത്രയും ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്നത് അവരെല്ലാം അറിഞ്ഞുകൊണ്ടാണ്. അവർ കുട പിടിച്ചു കൊടുക്കുന്നുണ്ട്. ആരാണ് ജയിക്കുന്നത് അവരെ പക്ഷത്ത് നിൽക്കുന്ന ഒരു വ്യക്തികളാണ് ഇവരൊക്കെ, ഇവർ മൂന്ന് പേരും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് തെളിയിക്കുക? ലാലേട്ടനെ കുറിച്ചും മമ്മൂട്ടിയെക്കുറിച്ചും അതുപോലെ തന്നെ ബേസിൽ ജോസഫിനെ കുറിച്ചും ടോവിനെയെ കുറിച്ചും വ്യക്തമായ വോയിസ് അടക്കം ഞാൻ നിങ്ങൾക്ക് തെളിയിച്ചു തരാം. അതിന് മുന്നേ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി അമർത്തിക്കോളൂ കേട്ടോ. ഓക്കെ, മോഹൻലാൽ ചെയ്ത തെറ്റ് എന്താണെന്ന് വെച്ചാൽ ആദ്യം അത് പറയാം. മോഹൻലാൽ ചെയ്തത് ബബ്ബ എന്ന് പറഞ്ഞ ഫിലിമിൻ്റെ ഒരു ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട് അല്ലേ, അത് ഷെയർ ചെയ്തു. ഇതാണ് ചെയ്ത തെറ്റ്. ഇതിനാണ് ഈ സ്ത്രീ ഇത്രയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇങ്ങനെ തുടങ്ങിയാൽ, ആ സ്ത്രീ പറയുന്നതാണ്, ഇങ്ങനെ തുടങ്ങിയാൽ പേട്ടനെ മാത്രമല്ല, പേട്ടൻ എന്ന് പറഞ്ഞാൽ ദിലീപേട്ടനെ മാത്രമല്ല, ചേട്ടനെയും ഞങ്ങൾ ബഹിഷ്കരിക്കും, അതായത് ലാലേട്ടനെയും ബഹിഷ്കരിക്കും. ഒരിക്കലും ഞങ്ങൾ ആ സിനിമ കാണത്തില്ല. ഞങ്ങൾ ചേട്ടൻ്റെ സിനിമയും കാണില്ല, പേട്ടൻ്റെ സിനിമയും കാണില്ല. രണ്ടുപേരെയും ഞങ്ങൾ പൊട്ടിക്കുമെന്നാണ് പറയുന്നത്. പടം ഇറങ്ങുമ്പോൾ കാണാം 8 നിലയിൽ പൊട്ടുമെന്ന് പറയുന്നു ദിവ്യ ദിവാകർ. ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് ഡിബേറ്റിലിരുന്ന് പറയുകയാണ്, വെല്ലുവിളിച്ചിരിക്കുകയാണ് ഈ പടം പൊട്ടുന്നത്. മോഹൻലാൽ വിധി വരുന്നത് മുന്നേ അറിഞ്ഞിട്ടുണ്ട്. മോഹൻലാൽ ഇതിൻ്റെ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ലാലിൻ്റെ മകളുടെ ഫിലിം ഇറങ്ങുന്ന സമയത്ത്, മോഹൻലാലിൻ്റെ മകളുടെ ഫിലിംസ് ഇറങ്ങുന്ന സമയത്ത് ദിലീപ് അതിൽ മുഖ്യ അതിഥിയായിരുന്നു. ലാലേട്ടൻ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ആരാണ് ജയിക്കുന്നത്? അവരുടെ പക്ഷത്ത് പിടിച്ചു നിൽക്കുന്ന ആളാണ് ലാലേട്ടൻ എന്ന് പറയുന്നു. ഇനി നോക്കുന്നു, ലാലി ഷെയർ ചെയ്ത ഈ ട്രെയിലറിന് 3500 കമൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ 3000 കമൻറ്റും ലാലേട്ട സോറി, ഞങ്ങൾ ഒരിക്കലും കാണുകയില്ല, ചേട്ടനെ ഞങ്ങൾ ബഹിഷ്കരിക്കാൻ പോവാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് എല്ലാ കമൻറ്റും എന്ന് പറയുന്നു. 30K ലൈക്ക് ഉണ്ട് എന്നും പറയുന്നു. അങ്ങനെ ഈ സ്ത്രീ ഘോരം പറയുകയാണ്. ഇതിലെ ഓരോ നായകന്മാരുടെയും ഒക്കെ പേര് ബോംബ്, പടക്കം എന്നൊക്കെയാണ് അത്രേ. അതുപോലെ തന്നെ ബോംബ് പൊട്ടുന്ന പോലെ ഈ സിനിമ പൊട്ടുമെന്ന് പറയുന്നു. ലാല് ഇത്രയും വലിയ എന്താ പറയുക, ആ അതിജീവിതയെ ഇത്രയും ചതിക്കുന്ന വ്യക്തിയാണെന്ന് ഒരിക്കലും കരുതിയില്ല എന്ന് പറഞ്ഞു. ലാല് എന്ന് പറഞ്ഞാൽ മോഹൻലാലാണ് കേട്ടോ. അപ്പോൾ ലാലിനെ പണ്ടേ മുതലുള്ളതാണ്, ആരാണ് ജയിക്കുന്നത് ആ പക്ഷത്ത് പിടിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ലാല്. അപ്പോൾ ലാലിന് ഇതിന് മുന്നേ അറിയാമായിരുന്നു ഈ വിധി, കോടതി വിധി അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവരുടെ ഫിലിം കോടതി വിധി വന്നതിന് ശേഷം ഇറക്കാമെന്ന് പറയുന്നുണ്ട്. ആദ്യം ലാല് നിഷ്പക്ഷനായി നിന്നുകൊണ്ട് പിന്നീട് മഞ്ജുവിനെ സപ്പോർട്ട് ചെയ്തു. അപ്പോൾ എല്ലാവരുടെ കണ്ണിൽ പൊടിയിട്ടു എന്നാണ് പറയുന്നത്. മഞ്ജുവിനെ സപ്പോർട്ട് ചെയ്തിട്ട് കുറേ ഫിലിമിലൊക്കെ മഞ്ജുവിനെ അഭിനയിപ്പിച്ചിട്ട് ഇപ്പോൾ ദിലീപേട്ടനോട് കൂറ് കാണിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് പറയുന്നു. അപ്പോൾ ആ വോയിസ് നമുക്കൊന്ന് കേൾക്കാട്ടോ, ലാലിനെ കുറിച്ച് പറയുന്ന ആരോപണങ്ങൾ. സപ്പോർട്ട് ചെയ്യുന്നു, മഞ്ജു വാര്യർ കൂടെ സിനിമയിൽ അഭിനയിക്കുന്നു. പക്ഷെ പിന്നെ വന്നപ്പം എനിക്ക് തോന്നുന്നു ഈ എന്താണ് വിധി വരാൻ പോകുന്നതെന്ന് ഇവരൊക്കെ മുൻകൂട്ടി അറിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. മോഹൻലാലിന്റെ മകളുടെ സിനിമ, അതിന്റെ പൂജാ സമയത്ത് ദിലീപ് അവിടെ മുഖ്യ അതിഥിയാണ്. ദിലീപിന്റെ കൂടെ ഇദ്ദേഹം സിനിമ ചെയ്യുന്നു, ബബബായില് ഒരു റോള് ചെയ്യുന്നു. ഇതേപോലെ പരസ്യമായിട്ട് ദിലീപിനെ പ്രൊമോട്ട് ചെയ്യാൻ മുന്നോട്ട് വരുന്നു. അപ്പം ഇതൊക്കെ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാല് ഇവരാരാണോ വിജയിക്കാൻ സാധ്യതയുള്ളത് എന്ന് നോക്കിയിട്ട് അവരുടെ പക്ഷം പിടിക്കുകയാണ്. തുടക്കത്തിൽ ദിലീപിനെതിരെ ശക്തമായ ഒരു പൊതുജന വികാരം ഉണ്ടായിരുന്നു. ദിലീപ് പ്രതിയാണ് എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ വന്നു. അപ്പൊ ആ സമയത്ത് മഞ്ജു വാര്യരുടെ സൈഡ് പിടിച്ചിട്ട് അല്ലെങ്കിൽ ഒരു നിഷ്പക്ഷ സമീപനം പിടിക്കുന്നതാണ് നല്ലതെന്ന് അന്ന് മോഹൻലാലിന് തോന്നി. ഇപ്പൊ മോഹൻലാൽ കളം മാറ്റി ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മളിപ്പോ അമ്മ എന്നുള്ള ഒരു സംഘടനയായിട്ട് മാത്രം എടുക്കാതെ ഇൻഡിവിജ്വലി ലാലേട്ടനെ കുറിച്ച് പറഞ്ഞ ആ അലിഗേഷൻസ് കേട്ടല്ലോ. അതുപോലെ തന്നെ ട്രെയിലറിനെ കുറിച്ച് പറയുന്നത്, ട്രെയിലറിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാത്തിരുന്ന എൻ്റെ കംബാക്ക് മൂവ്മെൻറ്റ് എന്നാണ് പറയുന്നത്. നായകൻ ഇതാണ് പറയുന്നത്. ഈ നായകൻ ദിലീപാണ്. ദിലീപ് ഇത് പറയുമ്പോൾ കേരള പോലീസിനെ കാണിച്ചുകൊണ്ടാണ് ഇത് പറയുന്നതെന്ന് പറയുന്നു. അപ്പോൾ ഇതൊരു മുൻകൂട്ടി തീരുമാനിച്ചതാണ്. ഇതാണ് നമ്മുടെ ലാലേട്ടൻ ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ട്രെയിലർ. അപ്പോൾ ഈ ട്രെയിലർ വെല്ലുവിളിക്കുന്നത് പോലെ തോന്നുന്നുണ്ട് എന്ന് പറയാം. അപ്പോൾ വിധിക്ക് മുന്നേ ഇവർ തയ്യാറാക്കി വെച്ച വാചകങ്ങളാണത്. അപ്പോൾ ഇതെല്ലാവരും അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ കളിച്ചെന്ന് പറയുന്നു. ഇത് ലാലേട്ടൻ ദിലീപിനെ അല്ല പിന്താങ്ങുന്നത്. ദിവ്യ ദിവാകർ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ? ലാലേട്ടൻ ആ ക്യാരക്ടറിനെയാണ് പിന്താങ്ങുന്നത്. ശരിക്കും ബോധമില്ലാതെ ഓരോന്ന് കിടന്ന് വിളിച്ചു പറയരുത് എൻ്റെ ദിവ്യ ദിവാകരെ. അല്ലാതെ ദിലീപ് എന്ന ആൾ കുറ്റം ചെയ്തിട്ടില്ല എന്ന് ലാലേട്ടൻ പറയുന്നുണ്ടോ? ആ ഒരു സിനിമ വിജയിക്കാനുള്ള ക്യാരക്ടറിനെയാണ്. എന്താ ചെയ്യുക ബോധമില്ലെങ്കിൽ? പിന്നെ അതുപോലെ ചാനൽ ചർച്ചയിൽ തോന്നിയത് വിളിച്ചു പറയുന്നു ലാലേട്ടനെ കുറിച്ച്. ലാലേട്ടൻ എവർഗ്രീൻ നായകനാണ്. ഇത്രയും കാലം കേരളത്തിൽ പിടിച്ചു നിന്നത് ഒരു ബുദ്ധിയില്ലായ്മ കൊണ്ടല്ല പിടിച്ചു നിന്നത്. എല്ലാവരുടെ കൊച്ചു കുട്ടികളുടെ മനസ്സ് മുതൽ
മുതൽ വയസ്സായവരുടെ മനസ്സ് വരെ കീഴടക്കിയ വ്യക്തിയാണ്. അപ്പോൾ അവർക്കറിയാം എങ്ങനെ പെരുമാറണമെന്ന്. സിനിമയെ പ്രൊമോട്ട് ചെയ്യുന്നതാണ് അവരുടെ ദൗത്യം. അപ്പോൾ അവർ അഭിനയിച്ച സിനിമ പ്രൊമോട്ട് ചെയ്യും, കുറേ പ്രൊഡ്യൂസർമാരെയും പ്രൊമോട്ട് ചെയ്യും. ലാലേട്ടനൊക്കെ പ്രൊമോട്ട് ചെയ്താൽ സിനിമ വിജയിക്കും. അതിന് ലാലേട്ടൻ്റെ പേട്ടൻ്റെ സിനിമ കാണില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണണ്ട, പക്ഷെ ഞങ്ങളൊക്കെ കാണും കേട്ടല്ലോ. ലാലേട്ടനോടൊന്നും ഞങ്ങൾക്ക് യാതൊരു വിരോധമില്ല. ലാലേട്ടൻ ദിലീപിൻ്റെ സെറ്റുമല്ല. ലാലേട്ടൻ നിഷ്പക്ഷനായി നിൽക്കുന്ന വ്യക്തിയാണ്, അതായത് എല്ലാവരെയും പിന്താങ്ങുന്ന വ്യക്തിയാണ് ലാലേട്ടൻ. അപ്പോൾ ലാലേട്ടനെ കുറിച്ചേക്ക് അത്രയാണ് പറയാനുള്ളത്. ഇനി മമ്മൂട്ടിയെ കുറിച്ചിട്ട് ദിവ്യ ദിവാകർ പറഞ്ഞത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. മമ്മൂട്ടി ഏതൊരു പരിപാടിക്കും വന്നു കഴിഞ്ഞാൽ ഈ നമ്മുടെ ദിലീപിനെ കണ്ട എണീറ്റ് നിന്ന് ആശ്ലേഷിക്കുന്നു, എന്തിനിങ്ങനെ കെട്ടിപ്പിടിക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ അതിജീവിതയ്ക്ക് എന്ത് തോന്നും? നിങ്ങൾക്ക് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ അതിജീവിതയെ മാനസികാവസ്ഥ? അതിജീവിതയെ കാണുമ്പോൾ ഇങ്ങനെ കെട്ടിപ്പിടിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. ആ കുട്ടി അനുഭവിക്കുന്ന വേദന എല്ലാവർക്കും അറിയാം. അതും പറഞ്ഞ് ഒരാളെ കെട്ടിപ്പിടിക്കാൻ പാടില്ല എന്നുണ്ടോ? മമ്മൂട്ടിയും എവർഗ്രീൻ നായകൻ തന്നെയാണ്. ഇപ്പോഴും കളങ്കാവിലെ അസലായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളി ഫിലിമാണ് കളങ്കാവിലെ. അപ്പോൾ അത്രയും എവർഗ്രീൻ നായകന്മാർക്കറിയാം. കേരളം ഒരു കാലഘട്ടം മുഴുവൻ ഭരിച്ച ആൾക്കാരാണ്, നായകന്മാരാണ്. ഇപ്പോൾ ഈ പുതുമുഖം വന്നിരുന്നിട്ട് ദിവ്യ ദിവാകർ വന്നിരുന്ന് പറഞ്ഞുകൊണ്ടൊന്നും ഇവരെ പേരിൽ ഒരു കളങ്കവും വരില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ദിലീപിൻ്റെ പേരിലാണെങ്കിലും മമ്മൂട്ടിയുടെ പേരിലായാലും മോഹൻലാലിൻ്റെ പേരിലാണെങ്കിലും ഇതൊക്കെ തെളിയിച്ച് മുന്നിലേക്ക്. അപ്പോഴാണ്, അല്ലാണ്ട് ഇവരൊരു ക്യാരക്ടറിനെ പിന്താങ്ങിയെന്നും പറഞ്ഞ് ഇമാതിരി എന്തൊരു നാണം ഇല്ലാത്തൊരു പരിപാടി പറയരുത്. അതിജീവിതയും വരികയാണെങ്കിൽ അവർ കൈ കൊടുത്ത് അതിജീവിതയും ആശ്ലേഷിക്കും. പക്ഷെ നമ്മൾ ആണുങ്ങളെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന പോലെയൊന്നും ആ പെണ്ണുങ്ങളെ പറ്റത്തില്ല. കാരണം എന്താണ്? അത് വേറെ വിവാദങ്ങൾക്ക് ഇതാക്കും, ഒത്തിരി കൊളുത്തും. അതുകൊണ്ടാണ് അത് ചെയ്യാത്തത്. എന്തൊക്കെ പൊട്ടത്തിലാണ് വിളിച്ച് പറയുന്നത്. ഇനി ഈ നമ്മുടെ ദിവ്യ ദിവാകർ പറയുന്ന വേറൊരു കാര്യം, ഇനി ബേസിലിനെ ടോവിനെ കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ. ഈ പഴയ തലമുറ മാത്രമല്ല അത്രേ, പുതിയ തലമുറയും കൂടിയിട്ട് ബേസിൽ, ടോവിനോ ഇവരൊക്കെ ഞങ്ങൾ ഒരു ഫംഗ്ഷന് വന്നപ്പോൾ കണ്ടു, ദിലീപേട്ടൻ വരുന്ന കണ്ടപ്പോൾ ചാടി എണീക്കുകയാണ് പോലും. ചാടി എണീറ്റിട്ട് ദിലീപേട്ടനെ നെഞ്ചോട് ചേർത്ത് ആശ്ലേഷിക്കുകയാണ്. അങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്. ഈ പുതിയ തലമുറ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഈ അതിജീവിതം കാണുമ്പോൾ എന്താവും? അതിജീവിതം കാണുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതിജീവിതയ്ക്ക് അറിയാം, എല്ലാവരും അറിയാം. അവരെല്ലാവരും അതിജീവിതയുടെ ഒപ്പം തന്നെയാണ്. അതിജീവിതയ്ക്ക് നീതി കിട്ടണം. പക്ഷേ ദിലീപിനെ തൂക്കിലേറ്റിട്ട് നീതി കിട്ടണമെന്ന് അതിജീവിത പോലും പറഞ്ഞിട്ടില്ല. എന്നെ വൃത്തികേട് ചെയ്തവരെ, എന്നെ ലൈംഗികമായി പീഡിപ്പിച്ചവരെ ശിക്ഷിക്കണം. അതിന് പിന്നിലുള്ള ഗൂഢാലോചനക്കാരും ശിക്ഷിക്കണം എന്ന് പറയുന്നുണ്ട്. അതാണ് അതിജീവിതം പറയുന്നത്. അല്ലാണ്ട് ദിലീപിനെ മാറ്റി നിർത്ത് എന്ന് ഒരിക്കലും പറയുന്നില്ല. അവർ തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല. അതൊന്നും നമ്മൾ വിചാരിക്കേണ്ട കേട്ടോ. ഈ വോയിസ്, മമ്മൂട്ടിയുടെ വോയിസും ബേസിലിൻ്റെ വോയിസും നമുക്ക് കേൾക്കാം, ടോവിനോയുടെ വോയിസും. കഴിഞ്ഞാൽ പോലും ഇവരുടെ ഒക്കെ ഇരട്ടത്താപ്പും വളരെ പ്രകടമായിട്ട് മുന്നോട്ട് വരും. മമ്മൂട്ടി നോക്കും, മമ്മൂട്ടി ഏത് പരിപാടിക്ക് കണ്ടാലും പരസ്യമായിട്ട് തന്നെ ദിലീപിനെ ആശ്ലേഷിക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, വർത്താനം പറയുന്നു. ഞാനിപ്പോ അങ്ങനെ ആലോചിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കാണുന്ന ഈ അതിജീവിതം ഇത് കാണുമല്ലോ, അപ്പൊ അവരുടെ മനസ്സിലുള്ള വികാരം എന്തായിരിക്കും? അവരുടെ മനസ്സിൽ തോന്നുന്ന ഒരു വേദന എന്തായിരിക്കും? മിനിമം അതെങ്കിലും ഈ സൂപ്പർ സ്റ്റാറുകൾ എന്ന് വിളിക്കപ്പെടുന്ന ഈ നടന്മാർക്ക് അതെങ്കിലും ഒന്ന് ഇതേപോലെ ഈ വിധിയൊക്കെ വരുന്നതിന് കുറെ മുൻപ് തന്നെ ബേസിൽ ജോസഫ്, ടൊവിനോ തോമസ്, ദിലീപ് ഇവരെല്ലാരും ഇരിക്കുന്ന ഒരു പരിപാടിയിൽ ഒരാൾ വരുമ്പം ഒരു മര്യാദയുടെ പേരിൽ എല്ലാവരും ഒരു പങ്കെടുക്കേണ്ടി വന്നൊരു പരിപാടി എന്നുള്ള രീതിയിൽ ഷെയ്ക്കാൻ കൊടുത്താൽ മതി. പക്ഷെ ദിലീപ് വന്നപ്പോഴത്തേക്ക് ഇവരങ്ങട് നെഞ്ചോട് ചേർത്ത് കെട്ടിപ്പിടിക്കുകയാണ്, ബേസില് ടൊവിനോയും ഒക്കെ. അത് വളരെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ഞങ്ങളൊക്കെ പലരും പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവരിൽ നിന്നും ഇങ്ങനെയല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത് പറഞ്ഞിട്ട്. അപ്പൊ ഇതില് പഴയത് പുതിയതെന്നുള്ള വ്യത്യാസമൊന്നുമില്ല. കുറച്ചെങ്കിലൊക്കെ ഒരു നിലപാട് ഈ വിഷയത്തിൽ എടുത്തതും ഈ ദിലീപിനോട് വലിയൊരു ആഭിമുഖ്യം കാണിക്കാതെ മാറി നിൽക്കുന്നതും എന്തൊക്കെ പറഞ്ഞാലും പൃഥ്വിരാജ് ഇതിനൊക്കെ എന്താ പറയുക? വിവരമില്ലായ്മ ഒരു കുറ്റമല്ല എന്ന് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ. എന്തൊക്കെയാണ് ഈ സ്ത്രീ പറയുന്നത്? ഇതിനെ പിന്നെ ഒരാളെ മാത്രം നല്ലത് പറയുന്നത് പൃഥ്വിരാജ് മാത്രം നല്ല സ്റ്റാൻഡിലാണ് നിൽക്കുന്നത്. അന്ന് പറയുന്ന അതേ സ്റ്റാൻഡിൽ തന്നെയാണ് നിൽക്കുന്നത്. ബാക്കി എല്ലാവരും പുതുമുഖ നായകന്മാരും പഴയ നായകന്മാരും ഈ ഭക്തിയോടുകൂടി ദിലീപിനെ ഭക്തിയോടുകൂടിയാണ് കാണുന്നത്. ദിലീപിനെ കാണുമ്പോൾ എണീറ്റ് നിന്ന് ഭക്തിയോടുകൂടി കാല് തൊട്ട് വണങ്ങുന്നു, കൈ തൊട്ട് വണങ്ങുന്നു, ഉമ്മ വയ്ക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പൃഥ്വിരാജ് ശരിയാണ്. പൃഥ്വിരാജിൻ്റെ സ്റ്റാൻഡിൽ നിൽക്കട്ടെ. പലർക്കും പലതരം സ്റ്റാൻഡിലുള്ളത്, ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളുണ്ട്. അവരവരുടെ സ്റ്റാൻഡിൽ നിന്ന് പൃഥ്വിരാജും ദിലീപുമായിട്ടാണ് അഭിനയിക്കുന്നത് വെച്ചാൽ പൃഥ്വിരാജ് ഇത് ചെയ്യും, ഈ പോസ്റ്റ് ഷെയർ ചെയ്യും, ഒക്കെ ചെയ്യും. പൃഥ്വിരാജും ചെയ്യും. പിന്നെ ഈ പൃഥ്വിരാജ് ദിലീപിനെ, ഈ ആരോപിതനായ ദിലീപിനെ കെട്ടിപ്പിടിക്കുന്നത് പല ഫംഗ്ഷനും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതെന്താ ഈ ദിവ്യ ദിവാകർ ഇതൊന്നും കണ്ടിട്ടില്ലേ? അപ്പോൾ അത് പൃഥ്വിരാജിൻ്റെ സ്റ്റാൻഡ് മാറിയത് കൊണ്ടാണോ? അപ്പോൾ നമുക്കൊരാളെ ഇഷ്ടമുണ്ടെങ്കിൽ അവരെ മാത്രം പൊക്കി പറയുക, ബാക്കി എല്ലാവരും അടിച്ച് ആക്ഷേപിക്കുക. ഇവരൊക്കെ നായകന്മാരായത് വെറുതെ അല്ല എന്നും കൂടി മനസ്സിലാക്കിക്കൊള്ളൂ കേട്ടോ. അപ്പോൾ ഇതിനെതിരെ സച്ചിൻ നന്ദിയാട്ട് എന്ന് പറഞ്ഞ ആൾ വന്ന് പറയുന്നുണ്ട് ഡിബേറ്റിൽ കേട്ടോ. സിനിമയിൽ ഡയലോഗ് പറയുന്നത് ക്യാരക്ടേഴ്സാണ്
അല്ലേ? ഈ ട്രെയിലറിൽ ഓരോ ഇതുണ്ട്, കാത്തിരുന്ന എൻ്റെ കംബാക്ക് മൊമെൻ്റ് ആണിത് എന്നൊക്കെ നായകൻ പറയുന്നത് ക്യാരക്ടറാണ് പറയുന്നത്, ദിലീപല്ല പറയുന്നത്. ആ ക്യാരക്ടറിനെ ഗോപാല എന്ന് പറയുന്ന ആൾ വിചാരിക്കും എപ്പോൾ ഇത് റിലീസ് ചെയ്യണം എന്ന് വിചാരിക്കും. അങ്ങനെയാണ് സിനിമ റിലീസിന് വെച്ചിരിക്കുന്നത്. ഇത് ഈ ദിലീപിൻ്റെ പടമായതുകൊണ്ട് ദിലീപിൻ്റെ വിധി വന്നു കഴിഞ്ഞാൽ അനുകൂലമാണെങ്കിൽ മാത്രമേ ഇത് റിലീസ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ പറയുന്നത് മോഹൻലാലും ഗോപാലും അതുപോലെ ഈ ടോവിനോ അതുപോലെ ബേസിൽ മമ്മൂട്ടി ഇവരൊക്കെ അറിഞ്ഞുകൊണ്ട് വിധി ഓക്കെയാണ്, ദിലീപാണ് വിജയിക്കും എന്നും അറിഞ്ഞുകൊണ്ടാണ് ഇവരൊക്കെ പെരുമാറിയത്. അപ്പോൾ ഈ ഗൂഢാലോചന ഇവരൊക്കെ പങ്കുണ്ടെന്ന് പറയുന്നു. അപ്പോൾ അത് പൊളിച്ചടക്കുകയാണ് സജി നന്ദിയായിട്ട് അവിടെ ചെയ്തത് കേട്ടോ. അപ്പോൾ ചാനൽക്കാരും ഇതിനൊപ്പം നിൽക്കുന്നില്ല. അപ്പോൾ ചാനൽക്കാർ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ചാനൽക്കാർ നിങ്ങൾ മഞ്ഞ കണ്ണുകൊണ്ട് കാണുന്നത് കൊണ്ടാണ് ഇത് മനസ്സിലാകുന്നത് ഇങ്ങനെ അല്ലേ? ചാനലിൽ എത്ര പേര് പീഡിപ്പിക്കപ്പെട്ടു അല്ലേ? ഒരുപാട് പേര് ചാനലിൽ പീഡിപ്പിക്കപ്പെട്ടു. ഇതൊക്കെ എന്താണ് ന്യൂസ് ചാനലിൽ ഇൻഡസ്ട്രിയിൽ പീഡിപ്പിച്ചോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഈ ചാനൽ ചർച്ചയിൽ ഈ സ്ത്രീ പറയുന്നത് എന്താണ്, ഈ അമ്മ എന്ന സംഘടന, അമ്മ എന്ന സംഘടന ഈ പീഡിപ്പിച്ചവരെ സ്വീകരിക്കുന്നു, പീഡിപ്പിക്കാൻ സഹായിച്ചവരെ സ്വീകരിക്കുന്നു, ഗൂഢാലോചനക്കാരെ ഉയർത്തുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് WCC എന്നൊരു സംഘടന വന്നത് എന്നൊക്കെ പറയാം. അതൊക്കെ അവരുടെ പേഴ്സണൽ മാറ്റർ, അവരങ്ങനെ വന്നു എന്നൊക്കെ പറയും. പക്ഷേ ഇങ്ങനെയൊക്കെ ഒരു സംഘടനകൾ വന്നു, ഇങ്ങനെ ഇത്രയും പോലീസുകാർ കണഞ്ഞ് പരിശ്രമിച്ചു 8 വർഷം, ഇതൊക്കെ വന്നിട്ട് ഒരു തെളിവ് പോലും ഇല്ലെങ്കിൽ പിന്നെ ഈ കണ്ട നായകന്മാരെല്ലാവരും ചേർത്ത് നിർത്തൂലേ? തെളിവില്ലാത്ത ആളെ ചേർത്ത് നിർത്തും. അത് വെച്ച് അതിജീവിതയെ ആരും പുറന്തള്ളിയിട്ടില്ല, അതിജീവിതയും അവർ ചേർത്ത് നിർത്തുന്നുണ്ട്. പക്ഷെ അതിജീവിതയെ ചേർത്ത് നിർത്തുന്നു എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്നവരാരും അതിജീവിതയ്ക്ക് ഒരു ചാൻസ് പോലും മലയാളത്തിൽ കൊടുക്കുന്നില്ല കേട്ടോ. അതും വേണം പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താണ് പറയുന്നതൊന്ന് ചെയ്യുന്നതൊന്ന്. അപ്പോൾ ന്യൂസ് ചാനൽ ഇൻഡസ്ട്രി ആണെങ്കിലും അതുപോലെ ഫിലിം ഇൻഡസ്ട്രി ആണെങ്കിലും എല്ലായിടത്തും റേപ്പും എല്ലാം നടക്കുന്നുണ്ട് അല്ലേ? എല്ലാവരും കുറേ മൂടി വയ്ക്കപ്പെടുന്നു, കുറേ പുറത്താക്കപ്പെടുന്നു. അപ്പോൾ ഇതിനെതിരെ ഗൂഢാലോചന ആരൊക്കെ നടത്തുന്നു അത് തെളിയിക്കേണ്ടതുണ്ട് നമുക്ക്. നമ്മൾ വിചാരിച്ച നടക്കത്തില്ല, പക്ഷേ ഈ പറയുന്ന പോലീസുകാർ നിയമവും ഇതൊക്കെ കയ്യിലുള്ളവർ ഇത് തെളിയിച്ചേ പറ്റൂ. ഇനിയിപ്പോൾ സുനിയുടെ വിധി വരാൻ നിൽക്കുകയാണല്ലോ. ഇന്ന് എന്താണ് അവരുടെ എത്ര വർഷം അവർക്ക് തടവുണ്ട്? ഞാൻ ആദ്യം സുനിയെ അവരുടെ അഭിപ്രായം ചോദിച്ചു നോക്കും, എന്നിട്ടാണ് ഹണി നമ്മുടെ ബഹുമാനപ്പെട്ട മജിസ്ട്രേറ്റ് അത് നിശ്ചയിക്കുകയുള്ളൂ അല്ലേ? ഓക്കെ, താങ്ക് യു. ഇത്രയാണ് പറയാനുള്ളത്.